ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. നമുക്കറിയാം, നമ്മുടെ ദഹനം കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ മെൻ്റലിയും ഫിസിക്കലിയും വീക്കാവും. അതായത് നമുക്കൊരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് ഉണ്ടാവുന്നു, ഒരു കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു, ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുന്നു. അപ്പം നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഗട്ട് ഹെൽത്തിൽ കൂടുതലായിട്ടുള്ള ബാക്ടീരിയാസ് വളർന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക, അത് നമ്മളെ ഭക്ഷണത്തിലൂടെ നമുക്ക് മാനേജ് ചെയ്യാം. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇഫ് യു വാണ്ട് ടു ബി ഹെൽത്തി, കീപ് യുവർ ഗട്ട് ഹെൽത്തി. നമുക്കറിയാം, നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നത് ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്. ലാക്ടോബാസില്ലസ്, അങ്ങനത്തെ പല രീതിയിലുള്ള ബാക്ടീരിയാസ് നമ്മുടെ ഗട്ടിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഈ ബാക്ടീരിയാസിനൊരു നോർമൽ ബാലൻസ് ഉണ്ട്. അതായത് ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട്, അതേപോലെ തന്നെ ബാഡ് ബാക്ടീരിയാസ് ഉണ്ട്. ഇതിൻ്റെ ബാലൻസ് താളം തെറ്റുമ്പോൾ, അല്ലെങ്കിൽ ഇതിനുണ്ടാവുന്ന വേരിയേഷൻസ് കാരണമാണ് നമുക്ക് ഈ ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതായത് അതിൻ്റെ ആ ഒരു ഇംബാലൻസ് കാരണമാണ്, അതായത് ഗുഡ് ബാക്ടീരിയാസിൻ്റെയും ബാഡ് ബാക്ടീരിയാസിൻ്റെ ഒരു ഇംബാലൻസ് കാരണമാണ് നമുക്ക് ഈ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകളും നെഞ്ചിരിച്ചിലും ബ്ലോട്ടിങ്, അതായത് വയറ് വീർക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 1,00,000 ട്രില്യൺ ബാക്ടീരിയാസ് ആണ് നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്നത്, അതായത് നമ്മളെ ഗട്ടിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇത് നല്ല ബാക്ടീരിയാസും ഉണ്ട്, അതേപോലെ തന്നെ ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. നല്ല ബാക്ടീരിയാസ് എന്ന് പറയുമ്പോൾ എന്നാൽ നമ്മുടെ ദഹനത്തിന് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ബാഡ് ബാക്ടീരിയാസ് അധികമാകുമ്പോഴാണ് നമുക്ക് ദഹനത്തിൻ്റെ ആ ഒരു കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം, ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വയറ് വീർത്ത് വരിക, അതായത് ഗ്യാസ് കയറിയ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു, ഒരു ബ്ലോട്ടിംഗ് ഫീലിംഗ് അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ വയറ് വേദന ഫീൽ ചെയ്യുന്നു, ഏകദേശം വാരിയെല്ല താഴെയൊക്കെ ആയിട്ടൊരു നേർത്ത വേദന ഫീൽ ചെയ്യുന്നു. പലരും വിചാരിക്കും അത് അൾസറാണ്, അതായത് ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ ഡിയോഡിനൽ അൾസർ ആണെന്ന് കരുതിയിട്ട് പല ആൻറ്റാസിഡ്സ് ഗുളികകളും അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണോ നമ്മുടെ റൂട്ട് കോസ്, അതാദ്യം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് ആദ്യം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരുവിധം ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വേദനയോടൊപ്പം തന്നെ ചില ആളുകൾ പറയും കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതായത് മലം നല്ല കട്ടിയായിട്ട് പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കൂടുതലായിട്ടും സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥകൾ വരുന്നു. അതായത് ടോയ്ലറ്റിൽ പോയിരിക്കുമ്പോൾ കുറേ മണിക്കൂറോളം നമ്മൾ ഒന്ന് മലം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുന്നു. ഇനിയിപ്പോൾ മലം കട്ടിയായി പോവുകയാണെങ്കിൽ അവിടെ മുറിവുകൾ അനുഭവപ്പെടാം. മലദ്വാരത്തിന് ചുറ്റുമായിട്ടും മുറിവുകൾ, കുഞ്ഞു കുഞ്ഞു വ്രണങ്ങൾ അനുഭവപ്പെട്ടെന്ന് വരാം. അതായത് ആനൽ ഫിഷർ എന്ന് പറയുന്നു. ചില ആളുകൾ പറയും ഈ ടോയ്ലറ്റിൽ പോകുമ്പം തന്നെ അത് വേദന ഫീൽ ചെയ്യാറുണ്ട്, അതായത് മുറിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഒരു പുകച്ചിലായിട്ട് അനുഭവപ്പെടാറുണ്ട്, രക്തം വരുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് ഹെമറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു, അതായത് പൈൽസ്, മൂലക്കുരുവിൻ്റെ ഇഷ്യൂസൊക്കെ അനുഭവപ്പെടുന്നു. അത് ഇൻറ്റേർണലി ആവാം അല്ലെങ്കിൽ എക്സ്റ്റേർണലി പൈൽസ് ആവാം. അപ്പം ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ഗട്ട് ഹെൽത്ത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഗുഡ് ബാക്ടീരിയാസ് അവിടെ വളരുന്നില്ല, പകരം ബാഡ് ബാക്ടീരിയാസിൻ്റെ വളർച്ചയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇതോടൊപ്പം തന്നെ വിശപ്പില്ലായ്മ, ഒരു ഫുഡ് കഴിക്കാനും നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരുന്നു, നമ്മുടെ അപ്പറ്റൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ആവുന്നു. അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നു, മേലും കൈയും ഒക്കെ ഭയങ്കരമായിട്ട് ശോഷിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. വയറ് മാത്രം ഇങ്ങനെ വീർത്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലോട്ടിങ് ഫീലിംഗ് അനുഭവപ്പെടുന്നു. ഇനിയിപ്പം ചില ആളുകൾ മലബന്ധമല്ല, ചില ആളുകൾ പറയും ഈ ടോയ്ലറ്റിൽ പോകുമ്പോൾ ലൂസായിട്ട് തന്നെ പോകുന്നുണ്ട്, അതായത് മലം കട്ടിയാവാതെ ഒരു പൈപ്പ് തുറന്നിട്ട പോലെ തന്നെ മലം പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഈ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫുഡിനെ കൃത്യമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബാക്ടീരിയാസ് അവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഒരു റീസൺസ്, അല്ലെങ്കിൽ ഇത്തരം ബാക്ടീരിയാസിൻ്റെ ഇംബാലൻസ് വരാനുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. നമ്മളെന്താണ്, കൂടുതലായിട്ടും മധുര പലഹാരങ്ങൾ കഴിക്കുന്നു, കൂടുതലായിട്ടും ഓയിലി ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുന്നു, അതായത് പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസ്, ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ബേക്കറി ഐറ്റംസ്, അതായത് കൊക്കോകോള, പെപ്സി, സ്പ്രൈറ്റ്, അങ്ങനത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുന്നു.
അതോടൊപ്പം തന്നെ കൂടുതൽ പേസ്ട്രി, ഐസ്ക്രീംസ്, ചോക്ലേറ്റ്സ്, ഇത്തരം ഷുഗർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ കലോറി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബാക്ടീരിയാസ് നമ്മളെ ഗട്ടിൽ ആബ്സെൻ്റ് ആവുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരം വേദനകളും അതേപോലെ തന്നെ ഗ്യാസ് ട്രബിളിൻ്റെ ഇഷ്യൂസും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ദഹനത്തിനെ സഹായിക്കുന്ന ഒരു മെയിൻ അസിഡിക് നേച്ചറുള്ള ഒന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതായത് പെറൈറ്റൽ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അസിഡിക് നേച്ചറാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതാണ് നമ്മുടെ ദഹനത്തിനെ കൂട്ടുന്നതും അതേപോലെ തന്നെ ദഹനത്തിനെ കുറയ്ക്കുന്നതും. ഈ ആസിഡ് സെക്രീഷൻസിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈപ്പോ അസിഡിറ്റിയും, ആസിഡ് സെക്രീഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ഹൈപ്പർ അസിഡിറ്റിയിലേക്കും ലീഡ് ചെയ്യുന്നു. ഈ ഒരു HCl സഹായത്തോടെ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സഹായത്തോടെയാണ് ഇത്തരം ബാക്ടീരിയാസ് നമ്മുടെ ഗട്ടിൽ വളരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻറ്റസ്റ്റൈൻസിൽ ബാക്ടീരിയാസ് വളരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു HCl ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരം ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. അതായത് ഹൈപ്പോ അസിഡിറ്റി ആവാം അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ആവാം. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് വയറ് വീർക്കുക, ഗ്യാസ് കയറുക, അതായത് ഏമ്പക്കായിട്ട് വരിക, കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വയറെപ്പോഴും ഒരു സ്തംഭനം ഉണ്ടാവുന്നു, ടോയ്ലറ്റിൽ പോകുമ്പോഴായാലും ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു, കട്ടിയായിട്ട് പോകുന്ന ഒരവസ്ഥ വരുന്നു. അതൊക്കെയാണ് ഹൈപ്പോ അസിഡിറ്റീൻ്റെ കേസസ് നമുക്ക് പറയുന്നത്. ഹൈപ്പർ അസിഡിറ്റി എന്താ? ആസിഡ് സെക്രീഷൻസ് അവിടെ കൂടി, അതായത് ബാക്ടീരിയൻ്റെ ഇംബാലൻസ് വന്നു കഴിഞ്ഞു. ആസിഡ് സെക്രീഷൻ കൂടിക്കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പുളിച്ച് തികട്ടി ഇങ്ങനെ വരിക, ഏമ്പക്കായിട്ട് വരിക, നെഞ്ചെരിച്ചിലുണ്ടാവുന്നു, വയറ് വേദന, അതായത് പുകച്ചിൽ, വയറിൻ്റെ ആ ഒരു ഇടത്തെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു പുകച്ചിൽ, ഒരു ബേണിംഗ് സെൻസേഷൻ അനുഭവപ്പെടുന്നു. ചിലപ്പം മലത്തോടൊപ്പം തന്നെ രക്തം കണ്ടെന്ന് വരാം. അതൊക്കെയാണ് ഈ ഹൈപ്പർ അസിഡിറ്റീൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താണ്? നമ്മുടെ ബാക്ടീരിയാസ് ഇംബാലൻസ് ആവുന്നത് കൊണ്ടാണ്. അതായത് ഗുഡ് ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയാസും ഇംബാലൻസ് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കാണപ്പെടുന്നത്. ഏജിങ്ങിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഒരു 45-50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ അവർക്കും ഇത്തരം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റീസൺസ് എന്ന് പറയുമ്പം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അതായത് നമ്മുടെ കോശങ്ങൾ, നമ്മുടെ പ്രതിരോധ കോശങ്ങളെ തന്നെ നമ്മുടെ അകത്തുള്ള ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾക്ക് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് SLE, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തിമെറ്റോസിസ് എന്ന് പറയുന്നത്. തൈറോയിഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ഹൈപ്പർ തൈറോയിഡിസം ആവട്ടെ ഹൈപ്പോ തൈറോയിഡിസം ആവട്ടെ, അതേപോലെ തന്നെ സോറിയാസിസ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. എസ്പെഷ്യലി SLE, സിസ്റ്റമിക് ലൂപ്പസ് എരിത്തിമെറ്റോസിസ്, ഇത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ടും നമുക്ക് ഇത്തരം ദഹന സംബന്ധമായിട്ടുള്ള ഇൻഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രമേഹം കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ രൂപപ്പെടാം. നമുക്കതിന് ഒരു HbA1c ടെസ്റ്റുകൾ ചെയ്യാം. അതായത് 3 month ആവറേജ് സ്റ്റഡി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ ഒരു 5ൻ്റെ ഉള്ളിൽ ഒതുങ്ങുകയാണെങ്കിൽ, ഒരു 5നേക്കാട്ടും എബോ ആയി കഴിഞ്ഞാൽ അതൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു HbA1c ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രമേഹ രോഗിയാണോ അല്ലെങ്കിൽ നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണോ എന്ന് മനസ്സിലാക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. അതായത് നമ്മൾ കൂടുതലായിട്ടും ഇന്ന് ഓരോ അസുഖത്തിന് വേണ്ടിയിട്ടും മെഡിസിൻസ് എടുക്കുന്നു. പ്രഷറിന്, ഷുഗറിന്, അതേപോലെ തന്നെ കൊളസ്ട്രോള്, അതേപോലെ യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ, ഇത്തരം ഓരോ അസുഖത്തിനും നമ്മൾ ഓരോ ടാബ്ലറ്റ്സ് വെച്ച് നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ട്. പ്രായമായവരെയൊക്കെ നമ്മൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ, ഈ അസുഖങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ഇന്ന് ഈ മെഡിസിൻ, ഇന്നത് ഈ മെഡിസിൻസ് ആണ്, ഈ ഒരു അസുഖത്തിന് ഈ മരുന്ന് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10 ടാബ്ലറ്റ്സ് ഒക്കെ ആയിരിക്കും അവർ ഡെയിലി കഴിക്കുന്നത്. അപ്പോൾ അത്തരം ടാബ്ലറ്റ്സ് നമ്മൾ ഡെയിലി ഹൈ ഡോസ് വെച്ച് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു ബാക്ടീരിയാസ് ഇംബാലൻസ് ആവും. അതായത് നല്ല ബാക്ടീരിയാസ് നമ്മുടെ കുടലിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത്, നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇൻഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫുഡ് ഡൈജസ്റ്റ് ആവാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ചില ആളുകൾക്ക് ഓക്കാനം, ഛർദി പ്രശ്നങ്ങൾ രാവിലെ തന്നെ, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഇത്തരം സിംറ്റംസ് കണ്ടുവന്നിട്ടുണ്ട്. ചില ആളുകൾ ബ്രഷ് ചെയ്യുമ്പം തന്നെ ഈ ഒരു ഓക്കാനം, ഛർദീൻ്റെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന്.
ഇതിൻ്റെയൊക്കെ റീസൺസ് എന്താ? നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. നിങ്ങൾ കൂടുതലായിട്ടും ഇത്തരം ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, പ്രോസസ്ഡ് ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു ബാക്ടീരിയൽ ഫ്ലോറ തന്നെ ഡാമേജ് ആവുന്ന ഒരു പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ അമിതവണ്ണം എല്ലാത്തിൻ്റെയും ഒരു മെയിൻ വില്ലനാണ്. അതായത് കൂടുതലായിട്ടും നമ്മൾ ഫാറ്റ് നമ്മളെ ബോഡീസിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് മെറ്റബോളൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓരോ ഓർഗൻസിലേക്കും ആ ഒരു എനർജി കൺവേർഷൻ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഈ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ, സിറോസിസ്, ഫൈബ്രോയിഡ് ഇഷ്യൂസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടും നമുക്ക് ഗട്ട് ഹെൽത്ത് നമുക്ക് ടോട്ടലി ഡാമേജ് ആവാനുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ഡയറ്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഡയറ്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മളെ കൃത്യമായിട്ട് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. കൃത്യ ടൈമിങ്ങിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ വെറും വയറ്റിൽ ഒരു ചെറു ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു കാപ്പിയോ അല്ലെങ്കിൽ ഒരു ചായയോ കുടിക്കാൻ ശ്രമിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ ഒരു 7 മണി അല്ലെങ്കിൽ ഒരു 8 മണിയുടെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ലഞ്ച് ടൈം ആയാലും ആ ഒരു 1 o'clock അല്ലെങ്കിൽ 1:30 ഉള്ളിൽ തന്നെ ലഞ്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നൈറ്റ് ടൈം നോക്കുവാണെങ്കിൽ ഒരു 7 to 8 ഉള്ളിൽ ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. നമ്മളെ വയറ് എപ്പോഴും ഒരു എംപ്റ്റി സ്റ്റേജിലോട്ട് പോവാതെ എപ്പോഴും അതൊരു ഫിൽഡ് സ്റ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു വെള്ളം കുടിച്ചിട്ടെങ്കിലും നമ്മുടെ വിശപ്പിനെ നമ്മൾ ശമിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു ഈ ഒരു അമിതവണ്ണമാണ് എല്ലാത്തിൻ്റെയും ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് കാർഡിയാക് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാർഡിയാക് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു 20 മിനിറ്റ്സ് വാക്കാണെങ്കിൽ അതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് നമ്മൾ സ്പീഡായിട്ട് വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു 10 മിനിറ്റ് സ്ലോ ആയിട്ട് വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ഹാഫ് ആക്കിയിട്ട് നമ്മൾ ബോഡിക്ക് എപ്പോഴും മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടേ നിൽക്കുക. അപ്പോൾ ബോഡിയിൽ ആ കലോറീസ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ഔട്ട് ആവാൻ ശ്രമിക്കും. അതായത് ആ ഒരു മെറ്റബോളിസം കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം പാലുൽപ്പന്നങ്ങൾ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് തൈര്, മോര് പോലത്തെ ഇത്തരം പാലുൽപ്പന്നങ്ങളെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഡെയിലി എടുക്കുന്നതിന് പകരം ഒന്നിടവിട്ട ദിവസങ്ങളിൽ എടുക്കാൻ ശ്രമിക്കുക. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബോയിൽ ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആവട്ടെ, പലർക്കും ഫ്രൂട്ട്സൊക്കെ ബോയിൽ ചെയ്ത് കഴിക്കുക എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ബനാനയൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിക്കില്ലേ, അതേപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. കാരണം അതിൻ്റെ ആ ഒരു ഫൈബർ കണ്ടൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കണം. അപ്പം നമ്മുടെ ആ ഒരു ഗട്ട് ഫ്ലോറ കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ളൊരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 7 മണിക്കൂർ കൃത്യമായിട്ട് ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭക്ഷണത്തിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ പോലത്തെ ഇത്തരം വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് ആ ഒരു ഫ്രഷ് ഫോമിൽ കഴിക്കരുത്. നല്ല രീതിയിൽ ബോയിൽ ചെയ്തിട്ട് അത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ചെറിയ മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് നീർക്കെട്ട് കുറയ്ക്കാനും എന്തെങ്കിലും സന്ധി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റൊമാറ്റോയിഡ് പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതായത് അയല, മത്തി, നെത്തോലി പോലത്തെ omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റൂട്ട് കോസ് ഉണ്ടെങ്കിൽ, അതായത് ഡയബറ്റിസോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയിഡിൻ്റെ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അതാദ്യം നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഭക്ഷണത്തിലാവട്ടെ അതേപോലെ തന്നെ എക്സസൈസ് ചെയ്തിട്ടും ആ ഒരു റൂട്ട് കോസ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം ഇത്തരം ഗട്ടിൽ എന്തെങ്കിലും ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യില്ല. അതായത് കാൽഷ്യം, പൊട്ടാസ്യം, അയേൺ, സിങ്ക് പോലത്തെ ഇത്തരം ഡെഫിഷ്യൻസീസ് നമ്മളെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അയൺ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, അതായത് അനീമിയ, വിളർച്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. കാൽഷ്യം കൃത്യമായിട്ട് അബ്സോർബ് ചെയ്തിട്ടില്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി, അതായത് ബോൺ ഡാമേജ് അല്ലെങ്കിൽ മസിൽ വീക്ക്നെസ് ഒക്കെ അനുഭവപ്പെടാം. അതേപോലെ കാൽഷ്യം കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കൃത്യമായിട്ട് ആ ഒരു അബ്സോർപ്ഷനും ഡൈജഷനും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് റീനൽ കാൽക്കുലൈ പോലത്തെ ഇഷ്യൂസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പം തന്നെ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അത് കൃത്യമായ അളവിൽ, അതായത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് ഡയറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാം. ചെറിയ ലീഫി വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം.
ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. വെജിറ്റബിൾസ്, അതായത് ചെറിയ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു വീട്ടിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് ആപ്പിൾ സിഡർ വിനെഗർ. അതായത് നമ്മൾ ആ ഒരു ഹൈപ്പർ അസിഡിറ്റിയും അതേപോലെ തന്നെ ഹൈപ്പോ അസിഡിറ്റീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗറിൻ്റെ അകത്തേക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് വാട്ടറിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് ഭക്ഷണത്തിൻ്റെ മുൻപായിട്ട് ഒരു ഹാഫ് ആൻ അവർ മുന്നേ ആയിട്ട് കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു നെഞ്ചരിച്ചിലും അതേപോലെ തന്നെ വയറിൻ്റെ വീർത്ത് വരുന്ന പ്രശ്നങ്ങളും ബ്ലോട്ടിക്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഡെയിലി റൂട്ടീനായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അസുഖത്തെ നമുക്ക് പൂർണ്ണമായിട്ടും റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.